OS 116/2007 വാദി പല്ലാരത്തെ വീട്ടിൽ പാർത്ഥസാരഥി, എതിർകക്ഷി പറക്കോട്ടഴികത്ത് ഫൽഗുനൻ തമ്പി. ബഹുമാനപ്പെട്ട കോടതിക്ക് തെളിവുകൾക്കേറെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രം നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ എന്തോ ചരിത്രരേഖകളുണ്ടെന്ന് കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞില്ലേ? പറഞ്ഞു ഉണ്ടല്ലോ. അതിപ്പോ ഹാജരാക്കാൻ കഴിയുമല്ലോ. യോർ ഓണർ, ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ എതിർകക്ഷിക്ക് കഴിയുമെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ എന്റെ കക്ഷിക്ക് സമ്മതമാണ്. എവിടെ തെളിവുകൾ? ഹാജരാക്കൂ. അല്ല, അത് പിന്നെ എന്താ തെളിവുകളില്ലേ? അതെ, ഞാൻ ഭാമയാണ്. അത് കോടതിക്ക് മുന്നിലല്ല, ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. എവിടെയാ തെളിവുകൾ? എന്താണ് ആ തെളിവുകൾ? ഞാൻ ഏൽപ്പിച്ചതല്ലേ? എന്ത്? ആ തെളിവുകൾ നിന്നെ ഏൽപ്പിച്ചതല്ലെന്ന്. എതിർകക്ഷിയുടെ വക്കീലിനെ തെളിവേൽപ്പിക്കൂ. യോർ ഓണർ, എന്റെ എതിർകക്ഷിക്ക് സമനില തെറ്റിയോന്ന് ഞാൻ സംശയിക്കുന്നു. ഇത് കോടതിയാണ് സാർ. എല്ലാ തെളിവുകളും ഞാൻ ഇവിടെ ഏൽപ്പിച്ചതാ. ഇവളെന്നെ ചതിച്ചതാ. കോടതിയുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ പാഴാക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ല. കോടതിയിൽ മാന്യമായിട്ട് പെരുമാറണം. എന്ത് മാന്യത? സത്യം ജയിക്കാനാണ് കോടതി. സത്യത്തിന്റെ മുമ്പിൽ കണ്ണടച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാനല്ല, ഇവളാ. അത് കാണാനുള്ള ഉൾക്കണ്ണ് കോടതിക്കാണ് ഉണ്ടാവേണ്ടത്. നിയമമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നീതി നടപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോടതിയെ സമീപിച്ചത്. സ്റ്റോപ്പ് ഇറ്റ്. കടുത്ത കോടതി ലക്ഷ്യമാണിത്. എന്ത് കോടതി ലക്ഷ്യം? കോടതി ജനങ്ങൾക്കുള്ളതാണ്. വക്കീലില്ലാതെ കേസ് ബാധിക്കാമെന്ന് സത്യം വിളിച്ചു പറഞ്ഞ അത് കോടതി ലക്ഷ്യമാവുമെങ്കിൽ സത്യം തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്ത ഈ കോടതിക്ക് ഒരു പുല്ല് വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. This is contempt of court. You are sentenced to undergo 1 month imprisonment. ഇയാളെന്തോലെത്തുന്ന പെണ്ണെന്നെ ചതിച്ചാന്ന് പറഞ്ഞിട്ടു. എന്തായാലും ഭാമ കലക്ക് കേട്ടോ. അത് പിന്നെ എന്റെ മോളല്ലേ, വിളിക്ക് അല്ലാതിരിക്കോ? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. സാറേ, ഇവള് ലോയാ പഠിച്ചിരിക്കുന്നത് അറിയാമോ? നീ ജയിച്ചുല്ലേ? പിന്നെ ജയിക്കാതെ ഇവൾ എന്റെ മോള. ജയിക്കും. ജയിച്ചോട്ടെ. ഏത് കോടതിയിൽ എന്ത് ശിക്ഷ വിധിച്ചാലും പാർത്ഥൻ തോൽക്കില്ലടി. നാട്ടുകാർക്ക് വേണ്ടി മാത്രമേ എന്തും ഏതും ഇന്നേ വരെ പാർത്ഥൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് വേണ്ടിയും ചിലത് ചിന്തിക്കാൻ പോവാ. എന്നെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ നീ ക്ഷേത്രമുറ്റത്ത് വെച്ചൊരു പാഴ്വാക്ക് പറഞ്ഞിരുന്നു. അഷ്ടമി രോഹിണിക്ക് നട തുറക്കുമ്പോ പാർത്ഥേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. അത് പാഴ്വാക്കാവില്ലടി, ഓർത്തോ നീ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇത് നടക്കില്ല. നടക്കും. പാർത്ഥൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കും. സദാശിവൻ പിള്ള മരിച്ചതിന് ശേഷം ഈ കുടുംബം നോക്കാനും പാർത്ഥനെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്നുമല്ല ഇയാൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തത്. അതിപ്പോ പലിശയുടെ പലിശയൊക്കെ കൂടി എടുത്താ പൊങ്ങാത്ത തുകയായി. അത് മടക്കി കിട്ടാതെ എനിക്കിനി നിവൃത്തിയില്ല. പഠിച്ചു കഴിഞ്ഞൊരു തൊഴിൽ കിട്ടിയാൽ കടം അവൻ തീർത്തോളൂ എന്നായിരുന്നു എന്റെ കണക്കൂട്ടൽ. ബട്ട് അലാസ്, എല്ലാം ചളകളവായി എന്ന് മാത്രമല്ല, ഞാനിപ്പോ അവന്റെ ശത്രു കൂടിയായി. ഞാൻ എങ്ങനെ കൊടുക്കും? എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഒരു ഉറപ്പിനായി നിന്റെ വീടിന്റെ ആധാരം ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? സ്വന്തം പെങ്ങളെ സഹായിക്കാൻ ഈട് തരണോന്ന്. എന്റെ പണമാണേ ഞാൻ ചോദിക്കോ? ആധാരം ഇപ്പം ഇയാടെ കയ്യില. ഇനി എന്താ കാര്യങ്ങൾ വേണ്ടത് നീ തീരുമാനിക്കും. എന്തെങ്കിലും പറഞ്ഞോണ്ടായോ? ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ഈ വീട് ഒഴിഞ്ഞു തരും. അത്ര തന്നെ. എന്താ പ്രശ്നം? ഇല്ലാത്ത സമയം നോക്കി വരട്ടെ വന്നിരിക്കാൻ രണ്ടാളും കൂടെ. ഓഹോ, തമ്പിയങ്ങുന്നേ MLA സാറേ, പാർത്ഥൻ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് വരട്ടൊക്കെ അങ്ങ് കവല മതി. ഇതിനകത്ത് കയറുള്ള കളി വേണ്ട. ഞാൻ തലപൊക്കി തുടങ്ങി. നിന്നെയൊക്കെ കാണിക്കാം.